4 മണിക്കൂർ നീണ്ട ശ്രമകരമായ ദൌത്യത്തിനൊടുവിലാണ് മസ്തകത്തിൽ പരുക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ഉറപ്പാക്കാനുള്ള ദൌത്യത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ അനിമൽ ആംബുലൻസിൽ കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 5:30ഓടെയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം വനത്തിൽ പ്രവേശിച്ചത്. 4 ഡോക്ടർമാരും വനപാലകരുമടക്കം 120 പേരടങ്ങുന്ന സംഘം. വനത്തിൽ പ്രവേശിച്ച ദൗത്യ സംഘം ആദ്യം കണ്ടത് പുഴ മുറിച്ചു കടക്കുന്ന മറ്റൊരു ആനക്കൂട്ടത്തെ. 6:30ഓടെ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ ലൊക്കേറ്റ് ചെയ്തു. ഏഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കാട്ടുകൊമ്പനൊപ്പമായിരുന്നു സഞ്ചാരം. 7:13 ആനയെ മയക്കുവെടി വെച്ചു. ഒരു റൗണ്ട് മയക്കുവെടി അതിന് നൽകിയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ആന അവിടെ നിൽക്കുകയാണ്, മറ്റാനയും അതിന് കൂടെയുണ്ട്. അപ്പോഴും മുറിവേറ്റ കൊമ്പന്റെ സമീപത്തു നിന്ന് മാറാതെ ഏഴാറ്റുമുഖം ഗണപതി ചേർത്തു പിടിച്ചു. ഏഴ് 27 ആന മയങ്ങി വീണു. സമീപത്തു നിന്നും മാറാതെ നിന്ന ഗണപതിയെ തുരത്താൻ ആകാശത്തേക്ക് വനപാലകർ റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ശബ്ദം കേട്ട് ഭയന്ന ഗണപതി കാട്ടിലേക്ക്. 7:30 ദൗത്യസംഘം മയങ്ങി വീണ കൊമ്പനരികിൽ. പിന്നാലെ സുരേന്ദ്രൻ, വിക്രം, കുഞ്ചു എന്നീ കുങ്കിയാനകളും. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം 3 കുങ്കിയാനകളെയും ഉപയോഗിച്ച് കാട്ടാനയെ ഉയർത്താൻ ശ്രമം തുടങ്ങി. മയക്കത്തിനിടയിലും ലോറിയിൽ കയറ്റുന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാട്ടാന. 9:05 കാട്ടാന അനിമൽ ആംബുലൻസിൽ. ഒൻപത് 26 ആനയുമായി അനിമൽ ആംബുലൻസ് കോടനാട്ടേക്ക്. KP ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. മുറിവേറ്റ ആനയുടെ ജീവൻ രക്ഷിക്കാനുള്ള ദൌത്യത്തിനിടെ സൗഹൃദത്തിന്റെ അപൂർവ നിമിഷങ്ങൾക്കും അതിരപ്പള്ളി സാക്ഷിയാവുകയായിരുന്നു. മയക്കുവെടിയേറ്റ കൊമ്പനെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ച് ചേർത്ത് നിർത്തി ഏഴാറ്റുമുഖം ഗണപതി. ആ മയക്കുവെടി ശിക്ഷിക്കാനാണോ രക്ഷിക്കാനാണോ എന്ന് കാട്ടുകൊമ്പന്മാർക്കറിയില്ലല്ലോ. എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. ഒന്നും പേടിക്കണ്ട, കൂടെയുണ്ട്. ഈ നിമിഷങ്ങൾ മനുഷ്യഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും. മുറിവേറ്റ ആന ഇന്ന് വനം വകുപ്പിന്റെ ദൗത്യസംഘത്തിന്റെയും മാധ്യമങ്ങളുടെയും ദൃശ്യപരിധിയിലേക്ക് വന്നപ്പോൾ മുതൽ നാട്ടുകാർ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടാനയും കൂടെയുണ്ടായിരുന്നു. സുരക്ഷ ഉറപ്പാക്കാൻ എന്ന പോലെ. പെട്ടെന്നാണ് മയക്കുവെടിയേറ്റത്. ആദ്യം മസ്തകം ചേർത്ത് വെച്ച് കൂടെ നിന്നു. പിന്നെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു. താഴെ വീഴാതിരിക്കാൻ ചേർത്ത് നിർത്തിയെങ്കിലും വെടിയേറ്റ ആന പതിയെ കുഴഞ്ഞു വീണു. വെടിയൊച്ചയും വലിയ ശബ്ദവും ഉണ്ടാക്കി കാട്ടിലേക്ക് തിരികെ ഓടിക്കുന്നതുവരെ കൂട്ടുകാരന് കാവൽ നിന്നു ഗണപതി.
മനുഷ്യനേക്കാൾ ശക്തമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന സാമൂഹ്യ ജീവിയാണ് ആനയെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് നമ്മൾ മനുഷ്യർക്ക് മുന്നിൽ അപൂർവമായേ പ്രകടമാക്കാറുള്ളൂ. ജൈവബന്ധത്തിന്റെ അത്തരമൊരു അസാധാരണ നിമിഷമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.